പ്രത്യേകിച്ച് പ്ലാനിങ്ങുകളൊന്നുമില്ല നടത്തിയ ഒരു ചെറിയ യാത്ര. കറങ്ങി തിരിഞ്ഞ് ചെന്നെത്തിയത് തമിഴ്നാട്ടിലെ സുന്ദരപാണ്ഡിപുരത്താണ്. കിളിമാനൂരിൽ നിന്നും സുന്ദരപാണ്ഡിപുരം വരെ ഏകദേശം 100 കിലോമീറ്ററാണുള്ളത്. മടത്തറ, കുളത്തൂപ്പുഴ, തെന്മല എന്നീ വനമേഖലകൾ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇവിടെയെല്ലാം വനമേഖലകളാണെങ്കിലും ഇവിടുത്തെ റോഡ് സൈഡിലൊന്നും മറ്റ് വന്യജീവികളുടെ സാന്നിധ്യമൊന്നും നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയില്ല. എങ്കിലും വനങ്ങളിലൂടെയുള്ള യാത്ര എപ്പോഴും മനോഹരമാണ്. കുളത്തൂപ്പുഴ എത്തുന്നതിന് മുന്നേ ആയിട്ട് അരിപ്പ എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ വനം വകുപ്പിൻ്റെ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത്. പോയത് ബൈക്കിലായതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് മനോഹരമായി തോന്നിയ സ്ഥലങ്ങളിൽ വണ്ടി നിർത്തിയും അവിടെ ടൈം സ്പെൻഡ് ചെയ്തുമാണ് ഞങ്ങൾ യാത്ര തുടർന്നത്. ഇത് കുളത്തൂപ്പുഴ എത്തുന്നതിന് മുന്നേയുള്ള ഡാലി എന്ന് പറയുന്ന സ്ഥലത്തെ ഫോറസ്റ്റിനോട് ചേർന്നുള്ള ജനവാസ മേഖലയിലേക്കുള്ള ഒരു പാലമാണ്. പാലത്തിൻ്റെ വലിപ്പം കണ്ടാൽ ഇത് വെറും ഒരു നടപ്പാതയായിട്ടേ നമുക്ക് ഫീൽ ചെയ്യുള്ളൂ. ശരിക്കും ഈ ഒരു കാഴ്ച കണ്ടപ്പോഴാണ് മനസ്സിലായത് ഇത് വെറും ഒരു നടപ്പാത മാത്രമല്ല, വാഹനങ്ങളും കടന്നു പോകുന്ന ഒരു വഴി കൂടിയാണെന്ന്. ഈ പാലം കടന്നു ചെല്ലുമ്പോഴുള്ള വഴിക്ക് സൈഡിലായിട്ട് ഒരു ഫെൻസിങ് സ്ഥാപിച്ചിട്ടുണ്ട്. ചിലപ്പോൾ മൃഗങ്ങളൊന്നും ഇതിനപ്പുറത്തേക്ക് കടക്കാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇത്തരത്തിലൊരു ഫെൻസിങ് സ്ഥാപിച്ചിരിക്കുന്നത്. എന്തായാലും ഞങ്ങളോ ഫെൻസിങ് ക്രോസ് ചെയ്യാൻ നിൽക്കാതെ തിരിച്ചു പോകുന്നു. യാത്രയുടെ തുടക്കത്തിൽ ഞങ്ങൾക്ക് വേറെ ലക്ഷ്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും പിന്നീട് ഞങ്ങളുടെ ലക്ഷ്യം തെങ്കാശിയായി. അതുകൊണ്ട് തന്നെ തെന്മല വഴിയാണ് ഞങ്ങൾ കടന്നുപോയതെങ്കിലും തെന്മല ഡാമിലൊന്നും കയറാൻ നിൽക്കാതെ ഞങ്ങൾ യാത്ര തുടർന്നു. പോകുന്ന വഴിക്ക് ഫോട്ടോഷൂട്ട്സൊക്കെ എടുക്കാൻ പറ്റിയ ഒരുപാട് സ്പോട്ടുകൾ നമുക്ക് കാണാം. അത്തരത്തിലൊരു സ്പോട്ടാണ് ഈ റെയിൽവേ ബ്രിഡ്ജ്. കുറച്ചു നേരം അവിടെ ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് ഞങ്ങൾ പിന്നെയും യാത്ര തുടർന്നു. അപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഞങ്ങളൊരു പ്രധാനപ്പെട്ട കാഴ്ച മിസ് ചെയ്തെന്ന്. ആ കാഴ്ച ഇതാണ്, 13 കണറ പാലത്തിന് മുകളിലൂടെ ട്രെയിൻ പോകുന്ന കാഴ്ച. അത് ഞങ്ങൾ മിസ് ചെയ്തു. അങ്ങനെ കുറച്ചു ദൂരം കഴിഞ്ഞ് ഒരു ടീ ബ്രേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ചായക്കടയിൽ വണ്ടി നിർത്തി. ആ ചായക്കടയുടെ സൈഡിലുള്ള വ്യൂ അത്യാവശ്യം മനോഹരമായിരുന്നു. വീഡിയോയിൽ കാണുന്നതിനേക്കാളും കുറച്ചുകൂടി ഭംഗിയുള്ളതായിരുന്നു നേരിട്ടുള്ള കാഴ്ച. ഇനി വഴിയിലെങ്ങും നിർത്താൻ നിൽക്കാതെ ഡയറക്റ്റ് സുന്ദരപാണ്ഡിപുരത്തേക്ക് വിടാനായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. പക്ഷേ വഴിയിലെ പല സുന്ദരമായ കാഴ്ചകളും ഞങ്ങളെ അതിന് അനുവദിച്ചില്ല. ഈ ഭാഗത്ത് ഒരുപാട് ആൾക്കാർ ഫോട്ടോ എടുക്കുന്നതിനൊക്കെ വേണ്ടി വന്ന് നിൽപ്പുണ്ടായിരുന്നു.
കാരണം ഈ കാണുന്ന നെൽപ്പാടത്തിൻ്റെയും അതിന് പുറകിലുള്ള ആ മലയുടെയും ഭംഗി അത്ര മനോഹരമായിരുന്നു. സുന്ദരപാണ്ഡിപുരത്തേക്ക് പോകാനുള്ള വഴി കറക്റ്റായിട്ട് ഞങ്ങൾക്ക് അറിയാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ ആൾക്കാരോട് വഴി ചോദിച്ചും GPS നോക്കിയുമാണ് മുന്നോട്ട് പോയത്. ആദ്യം ഒരു ചെറിയ ടൗൺ ഏരിയ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ ചെന്നെത്തിയത് രണ്ട് സൈഡിലും കൃഷിത്തോട്ടങ്ങളും ഗ്രാമങ്ങളും നിറഞ്ഞ ഒരു റോഡിലാണ്. ഇതുവഴി പോകുമ്പോൾ ഒരുപാട് കാറ്റാടി യന്ത്രങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഇതിൻ്റെ അടുത്തെത്തുമ്പോൾ മാത്രമാണ് ഇതിൻ്റെ വലിപ്പം എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അങ്ങനെ ഞങ്ങൾ ലാസ്റ്റ് കറങ്ങിത്തിരിഞ്ഞ് ഉദ്ദേശിച്ച സ്പോട്ടിലെത്തി. പക്ഷേ ഞങ്ങളിവിടെ എത്തിയത് അത്ര നല്ല ടൈമിലായിരുന്നില്ല. ഒരു 2 ആഴ്ച കഴിഞ്ഞാണ് ഞങ്ങളിവിടെ വന്നിരുന്നതെങ്കിൽ സൂര്യകാന്തി ചെടികൾ പൂർണ്ണമായിട്ടും പൂത്തു നിൽക്കുന്നത് ഞങ്ങൾക്ക് കാണാമായിരുന്നു. ഇതിപ്പോൾ കുറച്ച് ചെടികൾ പൂത്തിട്ട് തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ ഇത് മുഴുവനായും പൂത്തു കഴിഞ്ഞാൽ എത്രത്തോളം ഭംഗി ഉണ്ടാവുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഈ പുള്ളിയാണ് ഈ തോട്ടത്തിൻ്റെ മുതലാളിയെന്ന് തോന്നുന്നു. കുറേ നേരം ഞങ്ങളടുത്ത് കാര്യമൊക്കെ പറഞ്ഞു നിന്നിട്ട് അവസാനമായപ്പോൾ ഒരു 50 രൂപയും വാങ്ങി പുള്ളി സ്ഥലം വിട്ടു. സൂര്യകാന്തി ചെടികൾ പൂർണ്ണമായിട്ടും പൂക്കാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കൂടുതൽ ടൈം അവിടെ സ്പെൻഡ് ചെയ്യാൻ തോന്നിയില്ല. ഞങ്ങളവിടെ നിന്ന് നേരെ അടുത്ത സ്ഥലത്തേക്ക് വിട്ടു. ഇത് സുന്ദരപാണ്ഡിപുരത്തിന് എത്തുന്നതിന് മുന്നേ ആയിട്ടുള്ള ചെറിയൊരു തടാകമാണ്. ഇതിൻ്റെ ഭംഗിയെന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര അടിപൊളിയായിരുന്നു. പക്ഷേ ഒരുപാട് ടൈമൊന്നും ഞങ്ങൾക്കിവിടെ നിൽക്കാൻ കഴിയില്ല. കാരണം ഇവിടുത്തെ പ്രദേശവാസികൾ ഇതൊരു പബ്ലിക് ടോയ്ലറ്റായിട്ട് ഉപയോഗിക്കുന്ന ഒരു സ്ഥലം കൂടിയായിരുന്നു. അത്തരത്തിലുള്ള കാഴ്ചകൾ കൂടുതൽ കാണണ്ട എന്ന് കരുതി ഞങ്ങൾ പെട്ടെന്ന് അവിടെ നിന്ന് സ്ഥലം വിട്ടു.
അടുത്ത തവണ വരുമ്പോൾ സൂര്യകാന്തി ചെടികൾ പൂർണ്ണമായും പൂക്കുന്ന ടൈമിൽ വരാമെന്ന് കരുതി ഞങ്ങൾ തിരിച്ചു പോകുന്നു.